ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 100 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര സഹായം ലഭിക്കാത്ത കാരണത്താൽ മുടങ്ങിയ സമ്മേളനം ഏതാണ്? ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് ആണ് 100 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര സഹായം ലഭിക്കാത്ത കാരണത്താൽ മുടങ്ങിയത്. എല്ലാ വർഷവും ജനുവരി 3 മുതൽ 7 വരെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ ആണ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് നടത്തിയിരുന്നത്. ഈ വർഷത്തെ 109ാമത് പതിപ്പ് നടക്കേണ്ടിയിരുന്നത് ലക്നൗ സർവകലാശാലയിലായിരുന്നു. എന്നാൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ധനസഹായം പിൻവലിച്ചതിനാലാണ് ഈ വർഷം ശാസ്ത്ര കോൺഗ്രസ് നടത്തുവാൻ സാധിച്ചില്ല. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ സ്കോറിൽ 6 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ സ്കോറിൽ 6 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയ രാജ്യം. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ ടെസ്റ്റ് മത്സരത്തിൽ സ്കോർ 4 വിക്കറ്റിന് 153 റൺസ് എന്ന നിലയിൽ എത്തിയപ്പോഴാണ് തുടർച്ചയായി 6 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഇന്ത്യ ഓൾ ഔട്ടായത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ ഔദ്യോഗിക വക്താവായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? രൺധീർ ജയ്സ്വാൾ. രൺധീർ ജയ്സ്വാൾ ആണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ ഔദ്യോഗിക വക്താവായി ചുമതലയേറ്റ വ്യക്തി. നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവായിരുന്ന അരിന്ദം ബാഗ്ചി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി ചുമതലയേൽക്കുന്നതിനാലാണ് രൺധീർ ജയ്സ്വാൾ ഔദ്യോഗിക വക്താവായത്. 2024 ജനുവരി 1 ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യ 50 സ്ഥാനം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയാണ്? SL നാരായണൻ, നിഹാൽ സരിൻ. മലയാളി 2024 ജനുവരി 1 ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യ 50 സ്ഥാനം നേടിയ മലയാളി താരങ്ങളാണ് SL നാരായണനും നിഹാൽ സരിനും. SL നാരായണൻ 42ാമത് റാങ്കും നിഹാൽ സരിൻ 43ാമത് റാങ്കുമാണ് നേടിയത്. ചെസ് റാങ്കിങ്ങിൽ 2 മലയാളികൾ ആദ്യ 50 റാങ്കിങ്ങിൽ എത്തുന്നത് ആദ്യമായാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഫുട്ബോൾ ക്ലബിന്റെ പുതിയ പരിശീലകനായി നിയമിതനായ വ്യക്തി ആരാണ്? അന്റോണിയോ ലോപ്പസ് ഹെബാസ്. അന്റോണിയോ ലോപ്പസ് ഹെബാസ് ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഫുട്ബോൾ ക്ലബിന്റെ പുതിയ പരിശീലകനായി നിയമിതനായ വ്യക്തി. യുവാൻ ഫെറാൻഡോ ആയിരുന്നു നിലവിൽ മോഹൻ ബഗാന്റെ പരിശീലകൻ. ഇദ്ദേഹത്തിന് പകരമായാണ് അന്റോണിയോ ലോപ്പസ് ഹെബാസ് ചുമതലയേറ്റത്. 2024 ജനുവരി 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയ കേരളത്തിലെ ജില്ല ഏതാണ്? തൃശൂർ. കേരളത്തിലെ തൃശൂർ ജില്ലയിലാണ് 2024 ജനുവരി 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയത്. ലോകത്ത് ആദ്യമായി 4ാം തലമുറയിൽപ്പെട്ട ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം ഏതാണ്? ചൈന. ചൈനയാണ് ലോകത്ത് ആദ്യമായി 4ാം തലമുറയിൽപ്പെട്ട ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം. സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ 15 രൂപയ്ക്ക് ലഭ്യമാകുന്ന കേരളത്തിന്റെ മിനറൽ വാട്ടർ ഏതാണ്? ഹില്ലി അക്വ. കേരളത്തിന്റെ മിനറൽ വാട്ടറായ ഹില്ലി അക്വയാണ് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ 15 രൂപയ്ക്ക് ലഭ്യമാകുന്ന മിനറൽ വാട്ടർ. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഹില്ലി അക്വ നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയും സുജലം പദ്ധതിയിലൂടെ ഹില്ലി അക്വ 10 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നുണ്ട്.
ബംഗ്ലാദേശിന്റെ 2024 ജനുവരിയിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ക്രിക്കറ്റ് താരം ആരാണ്? ഷാക്കിബ് അൽ ഹസൻ. ബംഗ്ലാദേശിൽ 2024 ജനുവരിയിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ക്രിക്കറ്റ് താരമാണ് ഷാക്കിബ് അൽ ഹസൻ. നിലവിൽ ബംഗ്ലാദേശ് ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് ഷാക്കിബ് അൽ ഹസൻ. സംസ്ഥാനത്തിന് പുറത്തുള്ളവർ കാർഷികാവശ്യങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിന് വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് സംസ്ഥാനത്തിന് പുറത്തുള്ളവർ കാർഷികാവശ്യങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിന് വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം. 1950 മുതൽ ഈ രീതിയിലുണ്ടായിരുന്ന നിരോധനം 2017 ഉത്തരാഖണ്ഡ് പിൻവലിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ ഉണ്ടായ പ്രതിഷേധത്തെ തുടർന്നാണ് വീണ്ടും വിലക്ക് ഏർപ്പെടുത്തിയത്. സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചാബ് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഭഗവന്ത് മാൻ സർക്കാർ ദുഹാദേ ദ്വാർ പദ്ധതി. സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചാബ് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഭഗവന്ത് മാൻ സർക്കാർ ദുഹാദേ ദ്വാർ പദ്ധതി. പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് മാൻ. 2023 മഹാകവി ഉള്ളൂർ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏത് വ്യക്തിക്കാണ്? PG സദാനന്ദൻ. PG സദാനന്ദനാണ് 2023 മഹാകവി ഉള്ളൂർ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. രാമൻ പാഠവും പാഠഭേദങ്ങളും എന്ന പഠന ഗ്രന്ഥത്തിനാണ് PG സദാനന്ദന് പുരസ്കാരം ലഭിച്ചത്. ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്കാണ് ഉള്ളൂർ സ്മാരക സാഹിത്യ പുരസ്കാരം നൽകുന്നത്. 1947 1957 ഇന്ത്യ ദ ബർത്ത് ഓഫ് എ റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാണ്? ചന്ദ്രചൂർ ഘോഷ്. ചന്ദ്രചൂർ ഘോഷ് ആണ് 1947 to 1957 ഇന്ത്യ ദ ബർത്ത് ഓഫ് എ റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയത്. 4ാമത് കാഴ്ച പരിമിതരായ വനിതകളുടെ ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? കെ സാന്ദ്ര ഡേവിസ്. കെ സാന്ദ്ര ഡേവിസ് ആണ് 4ാമത് കാഴ്ച പരിമിതരായ വനിതകളുടെ ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റൻ. കർണാടകയിലെ ഹുബ്ലിയിൽ വെച്ച് ജനുവരി 8 മുതലാണ് മത്സരം നടക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ ക്യാൻസർ ബാധിതരാകുന്ന 2ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ ക്യാൻസർ ബാധിതരാകുന്ന 2ാമത്തെ രാജ്യം. ക്യാൻസർ രോഗബാധിതരുടെ എണ്ണത്തിലും മരണത്തിലും 1ാമത് ചൈനയാണ്. ജലത്തിൽ നിന്നും ആഴ്സനിക്, ലോഹ അയോണുകൾ എന്നിവ വേർതിരിക്കുന്നതിനായി IIT മദ്രാസ് വികസിപ്പിച്ച സംവിധാനം ഏതാണ്? അമൃത്. അമൃത് എന്ന സംവിധാനമാണ് ജലത്തിൽ നിന്നും ആഴ്സനിക്, ലോഹ അയോണുകൾ എന്നിവ വേർതിരിക്കുന്നതിനായി IIT മദ്രാസ് വികസിപ്പിച്ച സംവിധാനം. ആർസനിക് ആൻഡ് മെറ്റൽ റിമൂവൽ ബൈ ഇന്ത്യൻ ടെക്നോളജി എന്നതാണ് അമൃതിന്റെ പൂർണ്ണ രൂപം. ചെന്നൈ സംഗീത അക്കാദമിയുടെ നൃത്യ കലാനിധി പുരസ്കാരം ലഭിച്ച നർത്തകി ആരാണ്? വസന്തലക്ഷ്മി നരസിംഹാചാരി. വസന്തലക്ഷ്മി നരസിംഹാചാരിക്കാണ് ചെന്നൈ സംഗീത അക്കാദമിയുടെ നൃത്യ കലാനിധി പുരസ്കാരം ലഭിച്ചത്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് 2024 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ്? GSAT-20. GSAT-20 ഉപഗ്രഹമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്
2024 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം. ജിസാറ്റ് 20യുടെ പുതിയ പേരാണ് ജിസാറ്റ് N2. ISROയുടെ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സ്പേസ് എക്സ്. ചൈന വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീഥേൻ റോക്കറ്റ് ഏതാണ്? സൂക്ക് 2. സൂക്ക് 2 എന്ന ലിക്വിഡ് ഓക്സിജൻ മീഥേൻ റോക്കറ്റാണ് ചൈന വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീഥേൻ റോക്കറ്റ്. 2024 ജനുവരിയിൽ കുനോ ദേശീയോദ്യാനത്തിൽ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ നമീബിയൻ ചീറ്റയുടെ പേരെന്താണ്? ആശ. ആശ എന്ന പേരിലുള്ള നമീബിയൻ ചീറ്റയാണ് 2024 ജനുവരിയിൽ കുനോ ദേശീയോദ്യാനത്തിൽ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. മധ്യപ്രദേശിലാണ് കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര പരിസ്ഥിതി വനം വന്യജീവി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആണ്. ദക്ഷിണാഫ്രിക്ക, നമീബിയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് 2023 ഇന്ത്യയിലേക്ക് ചീറ്റകളെ എത്തിച്ചത്. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് ആദ്യമായി PM വിശ്വകർമ്മ യോജന പദ്ധതി നടപ്പിലാക്കിയത്? ജമ്മു ആൻഡ് കാശ്മീർ. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു ആൻഡ് കാശ്മീർ ആണ് ആദ്യമായി PM വിശ്വകർമ്മ യോജന പദ്ധതി നടപ്പിലാക്കിയ കേന്ദ്രഭരണ പ്രദേശം. ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറായി നിയമിതനായ വ്യക്തി ആരാണ്? സന്തോഷ് ജാ. സന്തോഷ് ജാ ആണ് ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറായി നിയമിതനായ വ്യക്തി. കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഫറോക്ക്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലാണ് കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം നിലവിൽ വരുന്നത്. ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിന്റെ ഏത് ഭാഗമാണ് ISRO ചന്ദ്രയാൻ 3യിൽ വിജയകരമായി പരീക്ഷിച്ചത്? റേഡിയോ ഐസോടോപ്പ് ഹീറ്റിംഗ് യൂണിറ്റ്. ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിന്റെ റേഡിയോ ഐസോടോപ്പ് ഹീറ്റിംഗ് യൂണിറ്റ് എന്ന ഭാഗമാണ് ISRO ചന്ദ്രയാൻ 3യിൽ വിജയകരമായി പരീക്ഷിച്ചത്. റോക്കറ്റുകളിൽ ആണവോർജം ഉപയോഗിക്കുവാനുള്ള പരീക്ഷണങ്ങൾക്ക് ISRO തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? ഡെസേർട്ട് സൈക്ലോൺ 2024. ഇന്ത്യയും UAEയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ 2024. 2024 ജനുവരി 2 മുതൽ 15 വരെ രാജസ്ഥാനിലാണ് ഡെസേർട്ട് സൈക്ലോൺ സൈനികാഭ്യാസം നടക്കുന്നത്. 2023 അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 2023 അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ. പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ 54 ഗോളാണ് 2023 നേടിയത്. 52 ഗോൾ വീതം നേടിയ ഹാരി കെയ്ൻ, കിലിയൻ എംബാപ്പെ എന്നിവരാണ് 2ാം സ്ഥാനത്ത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.